മദ്യനയക്കേസിൽ എ ദേശീയ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തതിൽ വൻ പ്രതിഷേധത്തിനൊരുങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി. പ്രതിഷേധത്തിന്റെ ഭാഗമായി മാർച്ച് 31-ന് ഡൽഹി രാംലീല മൈതാനത്തേക്ക് ഇന്ത്യ മുന്നണി മെഗാ മാർച്ച് നടത്തും. ഇഡി അറസ്റ്റ് ചെയ്ത കെജ്രിവാളിനെ ഡൽഹിയിലെ റോസ് അവന്യൂ കോടതി മാർച്ച് 28 വരെ അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഭരണകക്ഷിയായ ബിജെപിയുടെ അടിച്ചമർത്തലിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കുന്നതിനുമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുയോഗത്തിൽ പങ്കുചേരണമെന്ന് എ നേതാവും ഡൽഹി മന്ത്രിയുമായ ഗോപാൽ റായ് വാർത്താ സമ്മേളനത്തിലൂടെ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഏകാധിപത്യ നടപടികൾ സ്വീകരിച്ചും രാജ്യത്തെ ജനാധിപത്യം ഇല്ലായ്മ ചെയ്തും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു. ഭരണഘടനയെയും ജനാധിപത്യത്തെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയിലും ഇത് വലിയ രോഷമാണുണ്ടാക്കിയത്. ഓരോ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയും കള്ളക്കേസെടുക്കാൻ പ്രധാനമന്ത്രി മോദി ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണെന്ന് നേതാവ് പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൗലിയും പങ്കെടുത്തിരുന്നു. മാർച്ച് 31-ലെ മഹാറാലി രാഷ്ട്രീയമായിരിക്കില്ല, രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ആഹ്വാനമാണെന്നും കേന്ദ്രത്തിനെതിരെ ശബ്ദമുയർത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനാധിപത്യം അപകടത്തിലാണ്. നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധി ജനാധിപത്യം സംരക്ഷിക്കാൻ പോരാടുകയാണ്. ഇന്ത്യൻ സഖ്യത്തിന്റെ പങ്കാളികൾക്കൊപ്പം ഞങ്ങൾ ശക്തമായി നിലകൊള്ളുന്നു. കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് ഉൾപ്പെടെയുള്ള നടപടികൾ ഇതിന് ഉദാഹരണമാണെന്നും നേതാവ് ചൂണ്ടിക്കാട്ടി. കെജ്രിവാളിന്റെ അറസ്റ്റ് പ്രതിഷേധിച്ച ഞായറാഴ്ച ഡൽഹിയിലുടനീളം മെഴുകുതിരി മാർച്ചും കോലം കത്തിക്കലും നടത്തുമെന്ന് എ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബിജെപിയുടെ ഏകാധിപത്യത്തിനും അരവിന്ദ് കെജ്രിവാളിന്റെ വ്യാജ അറസ്റ്റിനുമെതിരെ ഞായറാഴ്ച ഡൽഹിയിലുടനീളം മെഴുകുതിരി മാർച്ചും കോലം കത്തിക്കൽ പ്രതിഷേധവും നടത്തും. അരവിന്ദ് കെജ്രിവാളിന്റെ കവചമായി നാം എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. കെജ്രിവാളിന്റെ അറസ്റ്റ് മോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള അവസാന ആണിയായി മാറുമെന്നും പാർട്ടി പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം അഴിമതിക്കെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ആം ആദ്മി പാർട്ടി രൂപീകരിക്കുകയും ഡൽഹി ഭരണം പിടിച്ചെടുക്കുകയും ചെയ്ത അതേ അരവിന്ദ് കെജ്രിവാളിനെയാണ് 100 കോടിയുടെ അഴിമതി കേസിൽ ഇഡി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തി നിൽക്കെയാണ് ഇഡിയുടെ ഈ തിരക്കിട്ട നീക്കമെന്നതും ശ്രദ്ധേയമാണ്. ഈ കേസ് രാഷ്ട്രീയ ഗൂഢാലോചന മാത്രമാണെന്നാണ് ആപ്പ് ആരോപിക്കുന്നത്. എന്തിനാണ് ഡൽഹി മുഖ്യമന്ത്രിയെ തിരക്കിട്ട് ഇഡി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് അവർ ചോദിക്കുന്നുണ്ട്. മദ്യനയക്കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ 9 തവണ അരവിന്ദ് കെജ്രിവാളിന് ഇഡി നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഹാജരാകാൻ കെജ്രിവാൾ തയ്യാറായില്ല. കേസിൽ തന്റെ അറസ്റ്റ് തടയണമെന്നുള്ള കെജ്രിവാളിന്റെ ആവശ്യം ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇഡിയുടെ അറസ്റ്റ് നീക്കം. 2021-22 ഡൽഹി മദ്യനയം തയ്യാറാക്കുന്നതിൽ കോടികളുടെ അഴിമതി നടന്നു എന്നതാണ് കേസ്.